കോരിച്ചെറിയുന്ന ഇടവപ്പാതി മഴയിൽ പള്ളിമുറ്റത്ത് അടക്കം കാത്തുകിടന്ന ഒരു ശവശരീരം. വർഷങ്ങൾക്ക് മുൻപാണ് ഇവന്റെ അമ്മ ലീലാമ്മയുടെ ഇവന്റെ അപ്പന്റെ കൂടെ ജീവിക്കാൻ ഇറങ്ങി തിരിച്ച അവർ മാമോദീസ സ്വീകരിച്ച് ക്രിസ്ത്യാനിയായില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിലടക്കാൻ സമ്മതിക്കാതെ ഒരു കൂട്ടർ നിരന്നു നിന്നു. എന്നാൽ ഭർത്താവും മക്കളും പള്ളിയിൽ കൂടിയവരാണ്. അതുകൊണ്ട് തന്നെ ഇവന്റെ അപ്പൻ ഒരേ വാശി പള്ളിയിലടക്കാൻ. കൂട്ടുകാരനായിരുന്ന ഇവനെ സഹായിക്കാൻ മുന്നോട്ട് വന്ന് തന്നെ അപ്പനും വല്യപ്പച്ചനും കൂടി തടഞ്ഞു. പള്ളിക്ക് അതിൻ്റെതായ ചട്ടക്കൂടുണ്ടെന്നും ആവശ്യമില്ലാത്ത കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിൽക്കരുതെന്നും പറഞ്ഞ് തന്നെ അവിടുന്ന് വീട്ടിലേക്ക് പറഞ്ഞയച്ചു. യൂത്തിന് സെക്രട്ടറി ആയിരുന്ന താനെങ്കിലും ഒന്നും മിണ്ടാതെ നിന്ന തന്നോട് പകയായി. അതോടെ അവന്, അതെ, ഇവിടെ ക്രിസ്ത്യാനിയായവർക്ക് മാത്രമേ പ്രവേശിക്കാൻ അനുവാദമുള്ളൂ. അത് കല്യാണത്തിനായാലും അടക്കത്തിനായാലും മാമോദിസ സ്വീകരിച്ചവർ മാത്രമേ പള്ളിക്കകത്ത് പ്രവേശിക്കാൻ പാടുള്ളൂ. ക്ലീറ്റസ് വല്ലാത്തൊരു ഭാവത്തിൽ പറഞ്ഞു. അലോഷി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നും. അവൻ പ്രതികാരം ചെയ്യുകയാണ്, അപ്പച്ചൻ കാതിൽ പറഞ്ഞു. എല്ലാം കണ്ട് ആൽബി മാറി നിന്നിരുന്നു. എന്നതാ ക്ലീറ്റസേ? കല്യാണം കൂടാൻ വന്ന കൊച്ച് എൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ്. അതായത് എൻ്റെ ഭാര്യ സോഫിയുടെ അനിയത്തി. കുറച്ചുകൂടെ വ്യക്തമാക്കി പറഞ്ഞാൽ ദാ ഈ നിൽക്കുന്ന അമ്മച്ചിയുടെ ചേച്ചിയുടെ മോൾ. നീയൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കരുത് ക്ലീറ്റസേ. ഒന്നുമില്ലേലും നമ്മൾ നാട്ടുകാരല്ലേ. ആൽബി ക്ലീറ്റസിൻ്റെ ഷർട്ടിൻ്റെ കോൾ പിടിച്ച് നേരെ ഇട്ടുകൊണ്ട് പറഞ്ഞു. അതല്ല, എൻ്റെ കൊച്ചിനെ പള്ളിയിൽ കയറ്റത്തില്ല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ നീ പിന്നെ രണ്ട് കാലിൽ ഇവിടെ നിന്നെന്താ കാണുന്ന പടിക്കെട്ട് ഇറങ്ങി പോകുകയില്ല. ക്ലീറ്റസിന് മാത്രം കേൾക്കാൻ വേണ്ടി പറഞ്ഞു ആൽബി. ക്ലീറ്റസിൻ്റെ നെറ്റിൽ വിയർപ്പ് പൊടിഞ്ഞു. ആൽബി പറഞ്ഞതാണെന്ന് അവനറിയാം. ഇല്ല ആൽബിച്ച, കൊച്ചു കേട്ട് കണ്ടോട്ടെ, ഞാൻ പോവുകയാണ്. ക്ലീറ്റസ് വിയർത്ത് കുളിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ അങ്ങനെ ആകട്ടെ, ആൽബി മേച്ചെന്ന് പിരിച്ചുകൊണ്ട് പറഞ്ഞു. ക്ലീറ്റസ് വേഗം തിരിഞ്ഞ് പടിയിറങ്ങിപ്പോയി. അലോഷി, നിന്റെ പെണ്ണിനെ വിളിച്ചുകൊണ്ട് പോയി കൂടെ നിർത്തറ, ആൽബി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അലോഷി വന്ന് ചന്ദനയുടെ കൈ പിടിച്ച് പള്ളിയുടെ അകത്തേക്ക് കൊണ്ടുപോയി. ആൽബി പറഞ്ഞു കേട്ട് ഞെട്ടി നിൽക്കുകയാണ് സോഫിയുടെ അമ്മച്ചി. ആൽബി അവിടെ അടുത്തേക്ക് നടന്നു ചെന്ന് കൈ പിടിച്ചു. അമ്മച്ചി, ഞാൻ പറഞ്ഞത് സത്യമാണ്. ഇവളെ കൂട്ടിക്കൊണ്ട് അവിടേക്ക് വരാൻ നിന്നതാണ്. പക്ഷെ അവൾക്കൊരു അപകടം പറ്റി. പിന്നെ കല്യാണ തിരക്കായതുകൊണ്ടും അത് കഴിഞ്ഞ് അവിടേക്ക് വരാമെന്ന് കരുതി. ആൽബി പറഞ്ഞപ്പോൾ നിറ കണ്ണുകളോടെ അവർ അവനെ നോക്കി. എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ ആരുടെക്ക് മുഖച്ഛായ തോന്നിയിരുന്നു, അമ്മച്ചി പറഞ്ഞു. അമ്മച്ചി കെട്ടി നിർത്തി, അവിടേക്ക് ചെല്, കാര്യങ്ങൾ വിശദമായി പിന്നെ സംസാരിക്കാം, ആൽബി പറഞ്ഞു. അമ്മച്ചി കണ്ണുകൾ തുടച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. പള്ളിയിൽ കെട്ടുകഴിഞ്ഞ് ചന്ദന കൈ പിടിച്ച് സംസാരിച്ചുകൊണ്ട് നിന്ന് സോഫിയുടെ അമ്മച്ചി. ചന്ദന അവരെ സ്നേഹത്തോടെ നോക്കി. മോളെ, അമ്മമ്മ കാണാൻ കാത്തിരിക്കുകയാണ്. മോൾക്കിപ്പോൾ കുറവുണ്ടോ? അമ്മച്ചി ചോദിച്ചു. വേദന കുറവുണ്ട്, ചന്ദന പറഞ്ഞു. എല്ലാവരും ഫോട്ടോ എടുക്കാൻ നിന്നും. ചന്ദനയെ ചാരി വന്ന് വിളിച്ചുകൊണ്ട് പോയി ഫോട്ടോ എടുക്കാൻ. ഓരോ തിരക്കിലായി. പിന്നെ എല്ലാവരും കെട്ടുകഴിഞ്ഞ് വീട് കയറ്റാൻ കൊണ്ടുവന്നു. ചാരു പുതുപ്പെണ്ണുങ്ങളുടെ കൂടെ തന്നെ നിന്നു. ചന്ദന കുറച്ച് മാറി നിന്നു. ലില്ലിക്കുട്ടി അവളെ ഇടയ്ക്ക് നോക്കുന്നുണ്ട്. അവളുടെ വില കൂടി സാരിയിലും കഴുത്തിൽ കിടക്കുന്ന ഡയമണ്ട് മാലയിലും അവളുടെ നോട്ടമെത്തി. ആൻമേരി പുഞ്ചിരിയോടെ ചന്ദനയെ നോക്കി. ചന്ദന അവളെ നോക്കി പുഞ്ചിരിച്ചു. രണ്ടമ്മച്ചിമാരും മരുമക്കൾക്ക് പാല് കൊടുത്തു. അതൊക്കെ ഫോട്ടോ എടുക്കുകയും മറ്റും ചെയ്തു. മന്ത്രകൊടി ഉടുപ്പിക്കാൻ നാളെ ഏർപ്പാടാക്കിയിരുന്നു. ഇനി വേഷം മാറാൻ നോക്കാം, ഇല്ലെങ്കിൽ ഹാളിലെത്താൻ വൈകും, സൂസി അമ്മച്ചി പറഞ്ഞു. മോളെ ചന്ദന, ലില്ലി മോളെ അമ്മച്ചിയുടെ റൂമിലേക്ക് കൊണ്ടുപോകും, സൂസി അമ്മച്ചി പറഞ്ഞു കേട്ട് ചന്ദന ലില്ലിയെ കൂട്ടിക്കൊണ്ടുപോയി. ചാരു ആൻമേരിയെ അമ്മച്ചിയുടെ റൂമിലേക്കും കൊണ്ടുപോയി. ഓഡിറ്റോറിയത്തിലെ എല്ലാ കാര്യങ്ങളും ഒന്നുകൂടെ നോക്കി ഉറപ്പ് വരുത്തി അലോഷി. ഒന്നിനും ഒരു കുറവ് വരുത്തരുതെന്ന് ഇവൻ മാനേജ്മെൻറ്റുകാരെ വിളിച്ച് പ്രത്യേകം പറഞ്ഞിരുന്നു. ജിനു, ഞാൻ വീട്ടിൽ പോയി വരാം, ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം. എല്ലാവരും ഒരുമിച്ച് പോയാൽ ശരിയാവില്ല, ഞാൻ പോയിട്ട് വരാം, എന്നിട്ട് നിങ്ങൾക്ക് പോകാം, അലോഷി പറഞ്ഞുകൊണ്ട് വണ്ടി സ്റ്റാർട്ടാക്കി ഓടിച്ചു പോയി. അലോഷി വീട്ടിലെത്തി. അവൻ്റെ കണ്ണുകൾ ചന്ദനെ തിരിഞ്ഞു. ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അലോഷി അവളെ നോക്കി. മോനെ, ജ്യൂസ് എടുക്കണോ? പത്മാവതി ചോദിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് കയറി വന്നു. വേണ്ട, ചന്ദന എവിടെ? അലോഷി ചോദിച്ചു. ലില്ലിമോളെ ഡ്രസ്സ് മാറാൻ റൂമിലുണ്ട് അമ്മച്ചിയുടെ. ചേച്ചി ഒന്ന് പോയി റൂമിലേക്ക് വരാൻ പറ, ഞാൻ റൂമിലുണ്ട്, അലോഷി പറഞ്ഞിട്ട് റൂമിലേക്ക് പോയി. പത്മാവതി ചന്ദനെ വിളിക്കാൻ പോയി. അലോഷി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചന്ദന പെട്ടെന്ന് റൂമിലേക്ക് പോയി. വാതിൽ ചാരിയിട്ടേയുള്ളൂ. വാതിൽ തുറന്ന് അകത്തേക്ക് കയറി ചന്ദന. അലോഷി ബാത്റൂമിലായിരുന്നു. ചന്ദന ബെഡിലിരുന്നു. അവളുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ആശങ്ക തോന്നി. ലില്ലിയുടെ ഭാവം എന്തോ ദേഷ്യമുള്ളതുപോലെ. എന്താ പെണേ, ഒരാലോചന? നീ ഒന്ന് പേടിച്ചു പോയല്ലേ? ഞാനും ഒന്ന് ഭയന്ന് പോയി. ആൽബിച്ചൻ കയറി ഇടപെട്ടതുകൊണ്ട് ഒരു സീൻ ഒഴിവായി. അവൻ നാട്ടിലെത്തിയത് അറിഞ്ഞില്ല ഞാൻ. അതൊക്കെ പിന്നെ പറയാം, നീ പെട്ടെന്ന് ഒരുങ്ങി വാ, ഒരുമിച്ച് പോകാം, തല തുടച്ചുകൊണ്ട് പറഞ്ഞു ആലോഷി. ഏയ് ഒന്നുമില്ല,
ഹാളിൽ ആളുകൾ എത്തി തുടങ്ങിയോ? ചന്ദന എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നുകൊണ്ട് ചോദിച്ചു. വന്നു തുടങ്ങി. ഞാൻ ഡ്രസ്സ് മാറി പോകാൻ വന്നതാ. അത് എടുത്തു തന്നേ, ആലോഷി പറഞ്ഞു. ചന്ദന ഷെൽഫിലും ഡ്രസ്സ് എടുത്ത് ഡാർക്ക് ബ്ലൂ ഷർട്ടും കസവും കൊണ്ടുമായിരുന്നു ആലോഷിയുടെ വേഷം. ചന്ദ്ര, നീ പെട്ടെന്ന് ഡ്രസ്സ് മാറാൻ നോക്ക്. നമുക്ക് ഒരുമിച്ച് പോകാം. വല്യമ്മച്ചി നിന്നെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞു. ചാരുമോൾ വരുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരുങ്ങാൻ പറ. ആലോഷി ഡ്രസ്സ് മാറാൻ തുടങ്ങി. ചാരുമോളോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് വരാം. ചന്ദന താഴേക്ക് പോയി. ചാരു ആൻമേരി ഒരുക്കുന്നത് നോക്കി നിൽക്കുകയാണ്. മോളെ, ഇച്ചം വന്നിട്ടുണ്ട്. നമ്മളോട് ഒരുങ്ങാൻ പറഞ്ഞു ഓഡിറ്റോറിയത്തിൽ പോകാൻ. ചന്ദന പറഞ്ഞു കേട്ട് ലിസി അവളെ ദേഷ്യത്തിൽ നോക്കി. നീ നിന്റെ ഈച്ചൻ്റെ കൂടെ പോ. എൻ്റെ മോൾ എൻ്റെ കൂടെ വന്നോളും. അവളുടെ ഏടത്തിൻ്റെ കൂടെ നീ നിന്റെ പാട് നോക്കിപ്പോ, ലിസി മുഖം വിറപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ആൻമേരി അവരെ പകച്ചു നോക്കി. ഇത്ര മര്യാദയില്ലാതെ സംസാരിക്കുന്ന തൻ്റെ അമ്മായിമ്മ. എന്നതാ അമ്മച്ചി പറയുന്നത്? ഏട്ടത്തി ചോദിച്ചതിന് എന്നതാ കുഴപ്പം? ചാരു അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങി. ഏട്ടത്തി വന്നേ. ആൻമേരിയുടെ മുന്നിൽ വെച്ച് തന്നെ വഴക്ക് പറഞ്ഞത് നന്നായി വേദനിച്ചു അവൾക്ക്. അല്ല മോളെ, മോൾ ഇവിടെ നിന്നോ. ആൻമേരിക്ക് ഒരു കൂട്ട് വേണ്ടേ? ഞാൻ ഇച്ചൻ്റെ കൂടെ പൊയ്ക്കോളാം. ചന്ദന തിടുക്കത്തിൽ റൂമിലേക്ക് പോയി. ആലോഷി ബാൽക്കണിയിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ചന്ദന മാല ഊരി വെച്ച് വാഷ്റൂമിൽ കയറി. പെട്ടെന്ന് ഫ്രഷായി ഇറങ്ങി സാരി ഷെൽഫിൽ നിന്നും എടുത്തു. മയിൽപ്പീലി കളർ വില കൂടിയ പട്ടുസാരിയായിരുന്നു അവൾ കൊടുക്കാൻ ആലോഷി വാങ്ങിയിരുന്നത്. സാരി നന്നായി ഉടുത്തൊരുങ്ങി ചന്ദന. അത്യാവശ്യം നന്നായി തന്നെ ഒരുങ്ങി അവള്. മേക്കപ്പ് ആവശ്യത്തിനിട്ടു. ആഹാ, കൊള്ളാലോ. ഈ കളർ നന്നായി ചേരുന്നുണ്ട് നിനക്ക്. ഗോൾഡ് കുറച്ചിടണം. നാടൻ ലുക്കാണ് നിനക്ക് ചേരുക. എനിക്കതാണ് ഇഷ്ടം. ആലോഷി തന്നെ ആഭരണ പെട്ടിയിൽ നിന്നും അറ്റത്ത് വലിയ ലോക്കറ്റുള്ള ലോങ് ചെയിൻ എടുത്ത് അവളെ കഴുത്തിലിട്ട് കൊടുത്തു. കയ്യിൽ വീതിയുള്ള വളകളും കാതിൽ വലിയ കമ്മലും കഴുത്തിൽ ഒരു ചോക്കർ കൂടി ഇട്ട് കൊടുത്തു. ഇത് വേണോ? ഇത്തിരി കൂടുതലല്ലേ? ചന്ദന കണ്ണാടിയിൽ നോക്കി ചോദിച്ചു. ഒരു കൂടുതലുമില്ല. നീ എൻ്റെ കെട്ടിയോളാണ്. നിനക്കിടാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ വാങ്ങിത്തന്നത്. എൻ്റെ അനിയന്മാരുടെ കല്യാണത്തിന് ഇട്ടില്ലെങ്കിൽ പിന്നെ നീ എന്നിടാനാണ് ഇതൊക്കെ? മോതിരങ്ങളിലെടുത്ത് അവളുടെ വിരലുകളിൽ ഇട്ട് കൊടുത്തുകൊണ്ട് പറഞ്ഞു അവൻ. മുടി വിടർത്തിയിട്ട് മുല്ലപ്പൂ വെച്ച് ചന്ദന. കല്യാണപ്പെണ്ണ് നീയാണോ എന്ന് സംശയം തോന്നുന്നു. ആലോഷി കുസൃതിയിൽ സാരിയുടെ ഇടയിൽ കൂടി കാണുന്ന അവളുടെ വയറിൽ ഇക്കിളി ഇട്ടുകൊണ്ട് പറഞ്ഞു. അത് തന്നെയാ പറഞ്ഞത്, ഇത്തിരി കൂടിപ്പോയെന്ന്. അവൾ ചോക്രൂരി മാറ്റാൻ നോക്കി. അടി കിട്ടും കേട്ടോ ഇനി ഇത് അഴിച്ചു വെച്ച. അവൻ്റെ സ്വരം മാറിയപ്പോൾ ചന്ദന അവനെ നോക്കി പിറുപിറുത്തു. ഈ കടുവ വല്ലാത്ത കടുവ തന്നെ. നീ എന്നതാ പറഞ്ഞേ? ആലോഷി നെറ്റിച്ചു വിളിച്ചുകൊണ്ട് അവളെ നോക്കി. ഏയ്, ഞാനൊന്നും പറഞ്ഞില്ല, അവൾ നിഷ്കളങ്കതയോടെ പറഞ്ഞു. അയ്യോ, ഞാൻ പറയാൻ മറന്നു. പാലക്കാട് നിന്നും അവരെല്ലാം ഓഡിറ്റോറിയത്തിലെത്തി. ജോൺ സാറും എത്തിയിട്ടുണ്ട്. വാ, നമുക്ക് പെട്ടെന്ന് പോകാം. ആലോഷി അപ്പോഴാണ് ഫോൺ വന്ന കാര്യത്തെപ്പറ്റി ഓർത്തത്. ജഗനായിരുന്നു വിളിച്ചത്. ചേച്ചിയും മോനൊക്കെ വന്നിട്ടുണ്ടോ? ചന്ദന സന്തോഷത്തോടെ ചോദിച്ചു. വരുന്നില്ലെന്ന് പറഞ്ഞ് അവർ നിർബന്ധിച്ച നീയല്ലേ, അതുകൊണ്ട് ചേച്ചിയും മോനും പ്രിയം വന്നിട്ടുണ്ട്, ആലോഷി പറഞ്ഞിട്ട് നടന്നു. പിന്നല്ല സന്തോഷത്തോടെ ചന്ദനയും. അവൾ താഴേക്ക് വരുമ്പോൾ ഡ്രസ്സ് മാറി ഫോട്ടോസ് എടുക്കുകയായിരുന്നു അജുവും അജിയും ആൻമേരിയും ലിലിയും. അതാ നമ്മുടെ ഇച്ചായൻ വരുന്നു. ഇച്ചായനും ചന്ദന ചേച്ചിയും സൂപ്പർ അല്ലേ? ഇനി ഇവരുടെ 2 ക്ലോസപ്പ് എടുക്കാം. ഫോട്ടോ എടുക്കാൻ ഏർപ്പാട് ചെയ്ത് ബിജു പറഞ്ഞപ്പോൾ ലില്ലിയുടെ മുഖം ഇരുണ്ടു. ചന്ദനയുടെ വേഷത്തിൽ അവൾക്ക് കുറച്ച് അസൂയുണ്ടായിരുന്നു. ഒരുങ്ങി വന്ന തന്നെക്കാളും സുന്ദരിയാണ് ചന്ദന എന്നതിൽ. 2 പേരും ആഭരണങ്ങളെല്ലാം ഇട്ടിരുന്നു. പൊന്നുകൊണ്ട് മൂടിയാണ് 2 മരുമക്കളും നിൽക്കുന്നത്. ആൻമേരിയാണ് കുറച്ചുകൂടി ഒരുങ്ങിയതിൽ സുന്ദരി. അതും ലില്ലിക്ക് മനസ്സിൽ ചെറിയ വിഷമമുണ്ടായിരുന്നു. തന്നെക്കാൾ ശ്രദ്ധ ആൻമേരിക്ക് കിട്ടുമോ എന്ന ഈഗോ. നിങ്ങൾ അവിടെ ഫോട്ടോ എടുക്കും പിള്ളേരെ, ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ തിരക്കായി, ആലോഷി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് പറ്റില്ല, ഇച്ചായൻ്റെ ഫോട്ടോസ് അധികം കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഞങ്ങൾക്ക്. നിൽക്ക് ഇച്ചായ പ്ലീസ്, ബിജു പറഞ്ഞപ്പോൾ ആലോഷി ചന്ദനെ ചേർത്ത് പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു. ചന്ദനയുടെ തോളിലൂടെ കൈയിട്ട് അവൾ തന്നോട് ചേർത്ത് നിർത്തി ആലോഷി. ഓക്കെ ഇച്ചായ, വെരി ബ്യൂട്ടിഫുൾ, ബിജു പറഞ്ഞു. അജു അധികം വൈകണ്ട, ഇറങ്ങാൻ നോക്ക്, അച്ഛനെത്താൻ സമയമായി, ആലോഷി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവർ ഹാളിലെത്തി. വല്യമ്മച്ചിയുടെ അടുത്തിരുന്ന് സംസാരിക്കുകയായിരുന്നു നന്ദന. പ്രിയയുമുണ്ട്. ചേച്ചി വിളിച്ചുകൊണ്ട് ചന്ദന അവിടെ അടുത്തേക്ക് ചെന്നു. ചന്ദനയെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു നന്ദനയുടെ. തൻ്റെ അനിയത്തിക്ക് ഇതുപോലൊരു ഭാഗ്യം കിട്ടുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല അവള്. പ്രിയയുടെ കല്ലിരിക്കുന്ന മോനെ വാങ്ങിയെടുത്തു ചന്ദന. ഉമ്മകൾ കൊണ്ട് പൊതിഞ്ഞു. മേമയുടെ പൊന്നെ, മോനെ വിളിച്ചു ചന്ദന. അവൻ കുഞ്ഞുമോനെ കാട്ടി ചിരിച്ചു. ജഗനും ജോൺ സാറും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേസിൻ്റെ കാര്യം. ആലോഷി അവിടെ അടുത്തേക്ക് വന്നു. ആലോഷി, ഞാനെല്ലാം പറഞ്ഞു. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം ഞാൻ ചെയ്യാം. നിനക്ക് MLA അറിയാമല്ലോ. നീ വിചാരിച്ച കേസ് ഇല്ലാതാക്കാൻ പറ്റും. പിന്നെ ചികിത്സ വൈകാതെ തുടങ്ങണം, ജോൺ സാർ പറഞ്ഞു.
ഞാനെല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നാളെ തന്നെ ഡോക്ടറെ പോയി കാണാൻ എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. ശരി, നിങ്ങൾ സംസാരിച്ചിരിക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ആളും ആരവുമായി ആകെ ബഹളമായി. ബിസിനസ്സുകാരും എല്ലാം പങ്കെടുത്ത ചടങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ അലോഷിക്ക് നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നില്ല. ഒടുവിൽ എല്ലാവരുടെയും കഴിക്കൽ കഴിഞ്ഞാണ് വീട്ടുകാർ ഇരുന്നത്. ചന്ദന നന്ദനയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നു. സോഫിയുടെ അമ്മച്ചിയെയും പരിചയപ്പെടുത്തി കൊടുത്തു. പ്രതീക്ഷിക്കാതെ അറിഞ്ഞപ്പോൾ അത്ഭുതമാണ് അവൾക്ക് തോന്നിയത്. ആൽബി വന്ന് അവരെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിറ്റേ ദിവസം അമ്മാമ്മയെ പോയി കാണണമെന്ന് തീരുമാനിച്ചുകൊണ്ട് ചന്ദന വേറെ ഒരു ദിവസം പോയി കാണാമെന്ന് പറഞ്ഞു. കാരണം നാളെ പെണ്ണിനെയും ചെറുക്കനെയും പെൺവീട്ടിലേക്ക് കൊണ്ടുപോകുന്ന ചടങ്ങാണല്ലോ. അത് കഴിഞ്ഞ് പോകാമെന്ന് കരുതി. എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേക്കും ആകെ ക്ഷീണിച്ചു പോയിരുന്നു ചന്ദന. പുതുപ്പെണ്ണുങ്ങളെ കാണാനുള്ള തിരക്കിലായിരുന്നു. പിന്നീട് അയൽപക്കത്തെ വീട്ടിലുള്ളവർ, ബന്ധുക്കളിൽ ചിലർ വീട്ടിൽ തന്നെയുണ്ട്. നാളത്തെ ചടങ്ങ് കൂടിക്കഴിഞ്ഞിട്ടേ പോകാൻ. മണിയറ ഒരുക്കിയത് ചാരുവും ബിനുവും ജീനുവും അവിടെ ഫ്രണ്ട്സും കൂടെയാണ്. ചന്ദന അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു. രാത്രി ആഹാരം കഴിച്ചു കഴിഞ്ഞ് റൂമിലെത്തി ചന്ദന. അലോഷി താഴെ ബന്ധുക്കളുമായി സംസാരിച്ചിരിക്കുകയായിരുന്നു. ഏറെ വൈകി അലോഷി റൂമിലെത്താൻ. അപ്പോഴേക്കും ചന്ദന ഉറങ്ങിപ്പോയിരുന്നു. അവളുടെ മുറിവിൽ ഒന്ന് തലോടി നെറ്റിയിലൊരു ചുംബനം നൽകി അവളോട് പറ്റിച്ചേർന്ന് കിടന്നു അലോഷി. രാവിലത്തെ ഓട്ടപ്പാച്ചിൽ ക്ഷീണിതനായിരുന്നു അവനും. അജുവിനെയും ലില്ലിയെയും ചാരു ആദ്യം മണിയറയിലേക്കാക്കി. പിന്നെ അജിയെയും ആൻമേരിയെയും. റൂമിൽ കയറിയ പാടെ തൻ്റെ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന ബാഗിൽ നിന്നും ബനിയനും ഷോർട്ട്സും വലിച്ചെടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. അജു ഫോൺ നോക്കി ബെഡിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ലില്ലി ഇറങ്ങി വന്ന കോലം കണ്ട് കിളികളെല്ലാം കൂട്ടത്തോടെ പറന്നു പോയി അവനെ ഒന്ന് നോക്കി ബെഡിൽ കയറി കിടന്നു ലില്ലിക്കുട്ടി. അജു അത് കണ്ട് അന്തം വിട്ടിരുന്നു പോയി. അല്ല, നിന്റെ ആവേശമൊക്കെ മിന്നു കയറിയ പാടെ കഴിഞ്ഞോ? അജു തലചേരിച്ച് അവളെ നോക്കി ചോദിച്ചു. അതെ, എനിക്ക് പാലിഷ്ടമല്ല. അതുകൊണ്ട് അജുവിന് വേണമെങ്കിൽ എടുത്ത് കുടിച്ചിട്ട് കിടക്കാൻ നോക്ക്. കാലത്ത് മുതൽ കെട്ടി ഒരുങ്ങി നടന്നിട്ട് വല്ലാത്ത ക്ഷീണം. പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്ന കണ്ണുകൾ അടച്ചു ലിലി. ആദ്യ രാത്രി തന്നെ ഇത്രയും അപമാനം ഏറ്റുവാങ്ങുന്ന ആദ്യത്തെ ഭർത്താവ് താനായിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞുകൊണ്ട് അജു ലൈറ്റ് ഓഫാക്കി ബെഡിൽ കിടന്നു. ഇതേ സമയം ആൻമേരിയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് അജി. താൻ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നമ്മുടെ വിവാഹം നടന്നു അല്ലേ? ആൻമേരി അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ടിരുന്നു. അതെ മാഷേ, ഞാൻ ഏറ്റവും സന്തോഷ ദിവസമാണിന്ന്. എൻ്റെ പ്രണയം എനിക്ക് സ്വന്തമായ ദിവസം, ആൻ പ്രണയാർദ്രമായി പറഞ്ഞു. അവൾ തല താഴ്ത്തി അവൻ്റെ നെറ്റിയിൽ ആദരം പതിപ്പിച്ചു. അതെ, എന്നാലും ഈച്ചൻ നമ്മുടെ പ്രേമം കണ്ടുപിടിച്ചത് എങ്ങനെയെന്ന് ഇപ്പോഴും അറിയുന്നില്ല. അജി അവളെ നോക്കി പറഞ്ഞു. നമ്മുടെ പ്രേമം കോളേജിൽ എല്ലാവർക്കും അറിയാലോ. അങ്ങനെ അറിഞ്ഞു കാണും. അനിയന്മാർക്ക് ഈച്ചൻ്റെ കാര്യം ശ്രദ്ധയില്ലെങ്കിലും പുള്ളിക്ക് അതല്ലെന്ന് മനസ്സിലായി. ആൻ ചിരിയോടെ പറഞ്ഞു. അത് നീ പറഞ്ഞത് ശരിയാണ്. അജി ശരി വെച്ചു. എന്നാൽ പിന്നെ ലൈറ്റ് ഓഫ് ചെയ്യാം അല്ലേ? അജി എഴുന്നേറ്റ് മുണ്ടൊന്നുകൂടി മുറുക്കി കൊടുത്തുകൊണ്ട് അവളെ നോക്കി അർത്ഥം വെച്ച് ചിരിച്ചു. നാണം കൊണ്ട് ചുവന്ന അവളുടെ കവളുകൾ. ലൈറ്റ് ഓഫാക്കി അവളെ ചേർത്തി പിടിച്ചുകൊണ്ട് ബെഡിൽ കിടന്നു അജി. ഇരുവരും പരസ്പരം ഇറുക്കപ്പോണായിരുന്നു. ഈ ശരീരങ്ങളും ചൂട് പിടിച്ചു. പ്രണയം കാമവും ഒന്നിച്ച അനുഭൂതിയുടെ കൊടുമുടി ഒന്നിച്ച് കയറി രണ്ടുപേരും പരസ്പരം മത്സരിച്ച് പോണായിരുന്നു. കിതച്ചുകൊണ്ട് അവളുടെ നഗ്നമായി മാറിൽ മുഖം പൂഴ്ത്തി കിടന്നു അജി. വിയർപ്പിൽ കുതിർന്ന അവൻ്റെ നഗ്നമേനിൽ വിരലുകൾ ഓടിച്ചുകൊണ്ട് അലസതയിൽ കിടന്നു ആൻമേരി. ഉറക്കം കൺപോളുകളെ മൊത്തമിട്ടു ഇരുവരുടെയും. അതിരാവിലെ തന്നെ ചന്ദന ഉണർന്നു. കമിഴ്ന്ന് കിടന്നുറങ്ങുന്ന അലോഷിയെ നോക്കി പുതപ്പ് വലിച്ച് അവന് ദേഹത്തേക്ക് ഇട്ടുകൊടുത്തുകൊണ്ട് നെറ്റിൽ മൃദുചുംബനം നൽകി എഴുന്നേറ്റ് കുളിച്ചു മാറാൻ ചുരിദാറും എടുത്തുകൊണ്ട് വാഷ്റൂമിലേക്ക് കയറി. ചന്ദന കുളിച്ച് മുടിയിൽ തോർത്ത് കെട്ടി വെച്ച് പ്രാർത്ഥിച്ചു. നെറ്റിയിൽ സിന്ദൂരം തൊട്ട് പൊട്ടുകുത്തി കന്മഷി എഴുതി. അലോഷി കിടക്കുന്നത് ഒന്നുകൂടി നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി. അറ്റത്തെ റൂമാണ് അവരുടെ. അതിന് തൊട്ടടുത്ത റൂം അജിയുടെ. അതിൻ്റെ തൊട്ട് അജുവിൻ്റെ. ചന്ദന താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ അജുവിൻ്റെ വാതിൽ തുറന്ന് ലില്ലിക്കുട്ടി പുറത്തേക്ക് വന്നു. അവളുടെ വേഷം കണ്ട് ചന്ദന മിഴിച്ചു നിന്നു. മുട്ടുവരെയുള്ള ഷോർട്ട്സും ലൂസായി കിടക്കുന്ന ബനിയനുമായി മുടിയെല്ലാം കൂടി പൊക്കി ഉച്ചിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. അതെ, ഇവിടെ സെർവൻ്റ് ഒന്നുമില്ലേ? എനിക്ക് ബെഡ് കോഫി നിർബന്ധമാണ്. താഴേക്ക് പോവുകയാണെങ്കിൽ പോയി ഒരു കോഫി എടുത്തേച്ചു വാ പറഞ്ഞുകൊണ്ട് വാതിൽ വലിച്ചടിച്ച് അകത്തേക്ക് പോയി ലിലി. ചന്ദന അടഞ്ഞ വാതിൽ നോക്കി നിൽക്കുമ്പോൾ അടുത്തുനിന്ന് ആൻ ചിരിച്ചു. ദേ ഏട്ടത്തി, കാര്യം ഏട്ടത്തിയുടെ സ്വന്തം അനിയൻ്റെ ഭാര്യയാണ് ലിലി. പക്ഷേ ഏട്ടത്തി എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയാണ്. ഇന്നലെ പപ്പ എല്ലാം പറഞ്ഞു എന്നോട്. പിന്നെ മാഷ് വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു എൻ്റെ ചേച്ചിയെ ആരും താഴ്ത്തിക്കിടുന്നത് എനിക്കിഷ്ടമല്ല. മാഷ് പറഞ്ഞിരുന്നു ചേച്ചി ഒരു പാവാണ്. എനിക്ക് ചേച്ചിയെ കണ്ടപ്പോൾ ഒറ്റ നടത്തിലേ അത് മനസ്സിലായി. അതുകൊണ്ട് ചേച്ചി ഇവിടെ വേലക്കാരിയല്ല ആരുടെയും. വീട്ടിലെ മൂത്ത മരുമകളാണ്. എന്ത് ചെയ്യുമ്പോഴും അത് ഓർമ്മ വേണം. കുളിച്ച് ചുരിദാറിട്ട് മുന്നിൽ നിൽക്കുന്ന ആൻമേരി ആദ്യം കാണുന്നത് പോലെ നോക്കി ചന്ദന.
തന്നെക്കാൾ 1-2 വയസ്സ് കുറവ് കാണും. എങ്കിലും തന്നെക്കാൾ എത്രയോ പക്വതയോടെയാണ് ആൺമീരി സംസാരിക്കുന്നത് എന്നതിൽ അത്ഭുതം തോന്നി അവൾക്ക്. അത് സാരില്ല, ആദ്യത്തെ ദിവസമല്ലേ, വഴിയെ ശരിയാക്കാം, മോള് വാ. ചന്ദന അവളുടെ കൈ പിടിച്ച് കിച്ചണിലേക്ക് നടന്നു. ചായക്ക് വെള്ളം വെച്ചു. അപ്പോഴേക്കും ഓരോരുത്തരായി എഴുന്നേറ്റ് വന്നിരുന്നു. ബന്ധുക്കളും ഉള്ളതുകൊണ്ട് പത്മാവതി തലേ ദിവസം വീട്ടിൽ പോയിരുന്നില്ല. ചേച്ചി, ഒരു കോഫി എടുത്ത് ലില്ലിക്കുട്ടിക്ക് കൊടുക്കണം കേട്ടോ, അജുവിനും ചായയും, ചന്ദന പറഞ്ഞു. മോളെ, ദേഹം അനങ്ങാൻ നിൽക്കണ്ട കേട്ടോ, അതൊക്കെ ഞാൻ കൊടുത്തോളാം. എത്ര ആളുകളുണ്ടെങ്കിലും ഒന്നും ചെയ്യരുത് മോൾ. അലോഷിക്കുഞ്ഞ് കണ്ട വഴക്ക് പറയുന്നത് എന്നെയായിരിക്കും, പത്മാവതി സ്നേഹത്തോടെ പറഞ്ഞു. ഞാനൊന്നും ചെയ്യുന്നില്ല ചേച്ചി, എൻ്റെ മുറിവൊക്കെ കരിഞ്ഞു തുടങ്ങി. ഇപ്പോൾ വേദന കാര്യമായില്ല, എനിക്ക് കൈക്കൊരു കേടുമില്ല. എൻ്റെ ചേച്ചി എന്നെ മടിച്ചിക്കുട്ടി ആക്കരുത് കേട്ടോ, ചന്ദന പറഞ്ഞു കേട്ട് ആൻ ചിരിച്ചു. അല്ല, മോൾ നേരത്തെ എഴുന്നേറ്റല്ലോ. അവിടേക്ക് വന്ന് ലിസി മരുമകളെ നോക്കി അഭിമാനത്തോടെ ചോദിച്ചു. അതെ അമ്മച്ചി, വീട്ടിൽ ഇത്ര നേരത്തെയൊന്നും എഴുന്നേറ്റ് ശീലമില്ല. പിന്നെ ഇവിടേക്ക് വന്നാൽ നേരത്തെ എഴുന്നേൽക്കണമെന്നൊക്കെ മമ്മി പറഞ്ഞിരുന്നു, ആൻ സത്യസന്ധമായി തന്നെ പറഞ്ഞു. അത് കൊള്ളാം, അങ്ങനെയാണ് നല്ല അമ്മമാർ. മക്കളെ നല്ലത് പഠിപ്പിച്ചു വിടും, അല്ലാതെ മറ്റുള്ളവരെ പോലെയല്ല. അത് തനിക്ക് വെച്ച് പറഞ്ഞതാണ് എന്ന് മനസ്സിലായിട്ടും ചിരിയോടെ അവിടുന്ന് മാറി ചന്ദന. സൂസി അമ്മച്ചി റൂമിൽ നിന്നും വന്നു. ആഹാ, ആൻ കൊച്ച് എഴുന്നേറ്റോ? സൂസി പറഞ്ഞപ്പോൾ ഒരു കൊട്ടു കൊടുക്കാൻ വേണ്ടി തന്നെ ലിസി പറഞ്ഞു. അല്ല, ലില്ലിമോൾ ഇതുവരെ എഴുന്നേറ്റില്ലേ എന്ന് തോന്നുന്നല്ലോ, ലിസി അർത്ഥം വെച്ച് പറഞ്ഞു. ക്ഷീണം കാണും, എന്തായാലും പുറമോടിയല്ലേ, സൂസി പറഞ്ഞിട്ട് ഓരോന്ന് ചെയ്യാൻ തുടങ്ങി. ആൻ സഹായിക്കാൻ നിന്നപ്പോൾ അവർ വിലക്കി. മോളെ, അടുക്കളയിൽ തന്നെ കയറാൻ പാടില്ലെന്നാണ് ചടങ്ങ്, മറുപള്ളി കയറി വരണം, മോൾ അപ്പുറത്തേക്ക് ചെന്നിരിക്കുക, ലിസി മരുമകളെ പരമാവധി സ്നേഹിച്ചുകൊണ്ട് പറഞ്ഞു. ചന്ദന പതിവ് പോലെ വലിയമ്മച്ചിക്കും വല്യപ്പച്ചനും ചായ കൊണ്ടുപോയി കൊടുത്തിട്ട് വന്നു. പത്മാവതി അജുവിൻ്റെ റൂമിലേക്ക് നടന്നു. ഒരാൾക്ക് കോഫിയും മറ്റൊരാൾക്ക് ചായയും ട്രെയിൽ വെച്ചുകൊണ്ട് വാതിൽ തട്ടി വിളിച്ചു അവർ. ലില്ലിക്കുട്ടി ദേഷ്യത്തിൽ വാതിൽ തുറന്നു. അല്ല, ബെഡ് കോഫി എന്ന് പറഞ്ഞാൽ ഉറക്കമുണർന്നാൽ കുടിക്കാനുള്ളതാണ്, അല്ലാതെ നിങ്ങളുടെ സമയത്തിന് കുടിക്കാനുള്ളതല്ല. നാളെ മുതൽ കാലത്ത് 7 മണിക്ക് കൃത്യം കോഫി കൊണ്ടുവരണം കേട്ടല്ലോ. അവൾ ദേഷ്യത്തിൽ പറഞ്ഞിട്ട് വാതിൽ അടയ്ക്കാൻ തുടങ്ങിയപ്പോൾ അലോഷി ചിരിച്ചുകൊണ്ട് അവളെ വിളിച്ചു. അല്ല ലിലി കൊച്ചേ, ഒന്ന് നിന്നേ, ഇച്ഛനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇവിടേക്ക് നിന്റെ അപ്പൻ തോമാച്ചൻ നിന്നെ മാത്രമേ കെട്ടിച്ചു തന്നിട്ടുള്ളൂ, അല്ലാതെ ലില്ലീസ് ഹോട്ടലിലെ ഷെൽഫുകളെ അയച്ചിട്ടില്ല. പിന്നെ ഇവിടെ ഒരു റൂൾസ് ഉണ്ട്, അത് പ്രകാരം നിനക്ക് എപ്പോൾ വേണമെങ്കിലും കിച്ചണിൽ പോയി കോഫിയും മറ്റും ഉണ്ടാക്കി കുടിക്കാം, നിന്റെ സൗകര്യത്തിന്. ഇവിടെ ജോലിക്കാർ അവിടെ വീട്ടിൽ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ചായ എല്ലാവരും കുടിക്കും. അതുകൊണ്ട് മോൾക്ക് ഈ കോഫി ഈ സമയത്ത് കുടിക്കാൻ പറ്റില്ലെങ്കിൽ പത്മാവതി ചേച്ചി അത് തിരികെ കൊണ്ടുപോയി സിങ്കിലൊഴിച്ച് കപ്പ് കഴുകി വെക്ക്. നാളെ മേലാൽ കോഫിയുമായി ഈ പടി കയറി വരരുത്. അവൻ്റെ മുഖഭാവം കണ്ട് ഭയന്നു പോയി ലില്ലി. ചന്ദന അലോഷിക്ക് ചായ എടുത്തുകൊണ്ട് കയറി വന്നു. ദാ ഇത് കണ്ടോ, എൻ്റെ ഭാര്യ എനിക്ക് ചായ കൊണ്ടുവരുന്നത്, കൊച്ചി പോയി അജുവിനൊരു ചായ എടുത്തിട്ട് വാ. ലില്ലിയെ ആകെ ഒന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അലോഷി.